നിങ്ങളുടെ മനസ്സിലുള്ള വാക്കുകൾ പറയാൻ കഴിയാതെ പോവുക എന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രയാസങ്ങളിലൊന്ന്. കിട്ടാത്തതിൻ്റെ പിന്നാലെ പോയാൽ അത് അകന്നു പോയിക്കൊണ്ടിരിക്കും. നിങ്ങൾക്ക് അനിവാര്യമായത് സമയമാകുമ്പോൾ നിങ്ങളിലേക്ക് വരിക തന്നെ ചെയ്യും. നമ്മളെ സ്നേഹിച്ചവർ നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വേദനയേക്കാൾ എത്രയോ ഇരട്ടി വേദനയാണ് സ്നേഹിച്ചവർ നമ്മളെ ചതിക്കുമ്പോൾ ഉണ്ടാകുന്നത്. ജീവിതം സന്തോഷപ്രദമാക്കി തീർക്കാനുള്ള ഏക വഴി മനസ്സിനെ എല്ലായ്പ്പോഴും ശുഭചിന്തകൾ കൊണ്ട് നിറയ്ക്കുക എന്നുള്ളതാണ്. നല്ലതായാലും മോശമായാലും ജീവിതം നിങ്ങൾക്ക് ഒരുപാട് അനുഭവങ്ങൾ പകർന്നു നൽകുന്നുണ്ട്. അതാണ് ഈ ലോകത്തിലെ ഏറ്റവും മൂല്യമേറിയ വസ്തുവും. ആത്മവിശ്വാസത്തോടെ പൊരുതിയവർക്ക് ഒരിക്കലും പരാജയം തുടർച്ചകളാവില്ല. ചിലപ്പോഴൊക്കെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത് വാശിയാണ്. നമ്മൾ തോറ്റു കാണണം എന്ന് ആഗ്രഹിക്കുന്നവരുടെ മുമ്പിൽ ജയിച്ചു കാണിക്കണം എന്ന വാശി. ജീവിതത്തിൽ എവിടെയായാലും ഒഴിവാക്കുകയാണെന്ന് തോന്നിയാൽ തനിയെ ഒഴിഞ്ഞു മാറുക. ഒത്തിരി വേദനിക്കുന്നതിനേക്കാൾ നല്ലത് ഒഴിഞ്ഞു മാറുന്നതാണ്. നിങ്ങളുടെ ഏറ്റവും വലിയ പരാജയം നിങ്ങൾ നിങ്ങളെ തിരിച്ചറിഞ്ഞില്ല എന്നത് തന്നെയാണ്. വാക്കുകളെ വിശ്വസിക്കരുത്, പ്രവൃത്തികളെ വിശ്വസിക്കുക. തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചാൽ അറിവുള്ളവർ സ്വയം തിരുത്തും. അറിവില്ലാത്തവർ തർക്കിച്ചുകൊണ്ടേയിരിക്കും. നന്മയുടെ പ്രകാശം മനസ്സിൽ ഉണ്ടെങ്കിൽ ഒരു ഇരുട്ടിനും നമ്മളെ തോൽപ്പിക്കാനാകില്ല. പ്രതികരിക്കുന്നില്ല എന്ന് കരുതി ഒന്നും മനസ്സിലാകുന്നില്ല എന്ന് അർത്ഥമാക്കരുത്. ആസ്വദിക്കാൻ അറിയാമെങ്കിൽ ഏകാന്തതയാണ് ജീവിതത്തിലെ ഏറ്റവും സുന്ദര നിമിഷം. കൈ നിറയെ പണം ഉള്ളവനല്ല, മനസ്സ് നിറയെ സമാധാനം ഉള്ളവനാണ് യഥാർത്ഥ സമ്പന്നൻ. നേടാൻ കഴിയാതെ പോകുന്ന എന്തിനോടും നമുക്ക് ഒരിഷ്ടം കൂടുതലായിരിക്കും. കാരണം നേടാൻ കഴിയാത്തത് പലതും നമ്മുടെ സ്വപ്നങ്ങളാണ്. ഒരു തൂവൽ നഷ്ടപ്പെട്ടു എന്ന് കരുതി ഒരു പക്ഷിയും പറക്കാതിരുന്നിട്ടില്ല. അതുപോലെ ഒരു പരാജയമോ നഷ്ടമോ വന്നാൽ നാം ഒരിക്കലും തളരാനും പാടില്ല. അമിതമായി പറഞ്ഞുപോയ ഒരു വാക്കിന് ഒരു ക്ഷമാപണം കൊണ്ട് ചിലപ്പോൾ തിരുത്താനാകും. പക്ഷേ അത് കേട്ടയാളുടെ മനസ്സിൻ്റെ മുറിവുണക്കാൻ പ്രാപ്തമാകണമെന്നില്ല. വിശ്വാസം തന്നെയാണ് ബന്ധങ്ങളുടെ ആത്മാവ്. അത് നഷ്ടപ്പെടുത്തിയവർ പിന്നെ എത്ര അടുപ്പം കാണിച്ചാലും നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഒരു അകലം ബാക്കിയുണ്ടാകും. മനസ്സിൽ കളങ്കമില്ലാത്തവരും സത്യസന്ധരുമാണ് നേരിട്ട് സത്യങ്ങൾ തുറന്നു പറയുന്നത്. എന്നാൽ സത്യങ്ങൾ ഇഷ്ടപ്പെടാത്തവർക്ക് അങ്ങനെയുള്ളവർ എന്നും കണ്ണിലെ കരടായിരിക്കും. പരിഗണന എന്നത് പലരിൽ നിന്നും കിട്ടാത്ത അമൂല്യമായ കാര്യമാണ്. അത് തരുന്നവരെ നഷ്ടപ്പെടുത്താതെ ആത്മാർത്ഥമായി ചേർത്ത് പിടിക്കുക. ഉള്ളിലുള്ള വികാരങ്ങൾ മറച്ചു വെച്ച് മുഖംമൂടി അണിഞ്ഞ് ജീവിക്കുന്നതിലും ഭേദം ഓരോരുത്തരും അവരവരായി തന്നെ ജീവിക്കുന്നതാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ ഒറ്റയ്ക്കാവുമ്പോൾ, ധൈര്യം നഷ്ടപ്പെടുമ്പോൾ ചില നല്ല വാക്കുകളുടെ രൂപത്തിൽ ദൈവം കടന്നു വരും. നിങ്ങളുടെ പ്രവൃത്തികൾ ഒരിക്കലും ഉപേക്ഷിക്കരുത്. വലിയ കാര്യങ്ങൾക്ക് സമയമെടുക്കും. ക്ഷമയോടിരിക്കുക. നിങ്ങൾക്ക് എല്ലാവരുടെയും മുന്നിലെത്താൻ ആഗ്രഹമുണ്ടെങ്കിൽ പിന്നിലാണ് എന്നതുപോലെ പ്രവർത്തിക്കുക. നമുക്ക് സന്തോഷവും സമാധാനവും നൽകാത്ത മുഴുവൻ ചിന്തകളെയും മനസ്സിൽ നിന്ന് ഒഴിവാക്കിയില്ല എങ്കിൽ മനസ്സ് എപ്പോഴും അസ്വസ്ഥമായിരിക്കും. ജീവിതത്തിൽ ആത്മവിശ്വാസവും സന്തോഷവും വർദ്ധിക്കാൻ നമ്മുടെ ജീവിതത്തിൽ മുൻപ് സന്തോഷം ലഭിച്ച കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുക. സ്വയം പ്രചോദിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ എത്ര ശ്രദ്ധേയനാണെങ്കിലും ഉള്ളതുകൊണ്ട് മാത്രം തൃപ്തിപ്പെടേണ്ടി വരും. നിങ്ങളെ മനസ്സിലാകാത്ത മനുഷ്യരുടെ നേരെ മെല്ലെ കണ്ണുകൾ അടയ്ക്കുക. കണ്ണ് തുറന്നു നോക്കേണ്ടത് നിങ്ങളുടെ കുറവുകളോടുകൂടി നിങ്ങളെ സ്നേഹിക്കുന്ന മനുഷ്യരിലേക്കാണ്. പ്രതികൂലമായ ഏത് അവസ്ഥയിലും ഒരു ചെറിയ സാധ്യതയെങ്കിലും ഉണ്ടാവും. അത് കണ്ടെത്തിയാൽ അവയെ മറികടക്കാനാവും. 1000 പുസ്തകങ്ങളിൽ നിന്നും 10,000 പാഠങ്ങൾ പഠിച്ചാലും സ്വന്തം ജീവിതത്തിൽ നിന്നും പഠിക്കുന്ന പാഠങ്ങളേക്കാൾ മികച്ചതാവില്ല അവയൊന്നും. ഇല്ലായ്മയെക്കുറിച്ച് മാത്രം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഉള്ളതിൽ തൃപ്തി വരാതെ മനുഷ്യർ എന്തിനോ വേണ്ടി പരക്കം പായുന്നത്. നിങ്ങളുടെ മനസ്സിൻ്റെ മുൻവാതിലും പിൻവാതിലും തുറന്നിടുക. ചിന്തകൾക്ക് കടന്നു വരാനും കടന്നു പോകാനുമുള്ള അനുവാദം കൊടുക്കുക. വിശ്വാസ്യത എന്നത് ഏറ്റവും മൂല്യമുള്ള ഒന്നാണ്.
സമൂഹത്തോടും സാഹചര്യത്തോടും സത്യസന്ധത പുലർത്തുമ്പോൾ നാം വിശ്വസ്തരായി മാറും. ആരിൽ നിന്നും എപ്പോൾ വേണമെങ്കിലും ഉപദേശങ്ങൾ സ്വീകരിക്കാം. പക്ഷേ അവസാന തീരുമാനം നമ്മുടേത് ആയിരിക്കണം. മറ്റുള്ളവർ നിങ്ങളെ ഏത് രീതിയിൽ പരിഗണിക്കപ്പെടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ എങ്കിൽ അതുപോലെ നിങ്ങൾ മറ്റുള്ളവരോടും പെരുമാറുക. എല്ലാം അതിൻ്റേതായ സമയത്ത് ഭംഗിയായി നടക്കുന്നതാണ്. അമിത ചിന്തകൾ പ്രയോജനം ചെയ്യില്ല. ഒരിക്കലും സംഭവിക്കില്ല എന്ന് കരുതിയ പല കാര്യങ്ങളും പിന്നീട് യാഥാർത്ഥ്യമായേക്കാം. ചോദ്യം ചെയ്യുന്നതിനേക്കാൾ വിശ്വസിക്കാൻ തയ്യാറാവുക. ഇല്ല എന്നിടത്ത് ഇല്ല എന്നും വേണ്ട എന്നിടത്ത് വേണ്ട എന്ന് തന്നെ പറയുക. എന്ത് വിചാരിക്കും എന്ന് കരുതി പറയാതിരുന്നാൽ ചിലർ നമ്മുടെ മൗനത്തിന് വില നിശ്ചയിക്കും. ആ വില ചിലപ്പോൾ നമ്മുടെ ജീവനും ജീവിതവുമായിരിക്കാം. അവസരം, ആവശ്യകത, കഴിവ്, സമയം ഇവ കൂടെയുള്ളപ്പോൾ പ്രവർത്തിക്കുക. ഒരു നിമിഷം പോലും വൈകരുത്. നഷ്ടമായാൽ തിരിച്ചു കിട്ടില്ല. തെറ്റിദ്ധാരണ എന്നത് അറിയാതെ എയ്ത അസ്ത്രം പോലെയാണ്. യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിയുമ്പോഴേക്കും കുറേ മനസ്സുകളെ മുറിവേൽപ്പിച്ച് അത് മുന്നോട്ട് പോയിട്ടുണ്ടാകും.